ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ സാധനം ഒരുപാട് നാളുകൾക്ക് മുമ്പ് എനിക്ക് ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് നൽകിയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. സാധനം എന്താണെന്നല്ലേ, നഴ്സിംഗ് ഒക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇതിനെപ്പറ്റി കേൾക്കുന്നത് കേട്ടോ. പിടിയും കോഴിയും എന്ന് പറയുന്ന ഈ സാധനം. പക്ഷെ അന്നൊക്കെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി ഞാൻ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കിതൊരു വിചിത്രമായിരുന്നു കേട്ടോ. പിന്നെ എപ്പോഴാണ് എനിക്കിത് പരിചിതമായി തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കല്യാണമൊക്കെ കഴിഞ്ഞ് നിലമ്പൂരിലെത്തിയപ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ. അവിടെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടായാലും എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോഴും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരം കൂടെയാണ് പിടിയും കോഴിയും. അതും നല്ല രസമാണ് കേട്ടോ. എല്ലാവരും കൂടെ ഇരുന്ന് ഉണ്ടയൊക്കെ ഉരുട്ടി അതൊരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ. ഇന്ന് ഞാനിത് ഉണ്ടാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വീട്ടിൽ ഹെൽപ്പറായിട്ട് നിൽക്കുന്ന ചേച്ചി ഇതുവരെ പിടിയും കോഴിയും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്നോ ഒരു ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഉണ്ടാക്കി തരാമെന്ന് കേട്ടോ. അങ്ങനെ ചേച്ചി പോവുകയാണ് തിരിച്ച് നാട്ടിലേക്ക്. അപ്പോൾ പോകുന്നതിന് തലേ ദിവസം ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് എന്തായാലും ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ പിടിയും കോഴിയും ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇന്ന് ഞാൻ എൻ്റെ ക്ലാസ്സും എല്ലാം കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇരിക്കുന്നത് കേട്ടോ. നമ്മളോട് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ അത് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാതിരിക്കുമ്പോൾ മനസ്സിനൊരു വിഷമം, അതാണ് കേട്ടോ. പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ കാര്യമാകുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുമ്പോൾ അത് കഴിക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷം, അല്ലെങ്കിൽ നല്ലതാണെന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷവും സമാധാനവും അതൊന്നും വേറെ തന്നെയാണല്ലോ. അപ്പോൾ പിടിയും കോഴിയാണല്ലോ എൻ്റെ ഒരു കോമ്പിനേഷൻ. വറുത്തരച്ച കോഴിയാണ്, പക്ഷേ അത്രയും വലിയ സെറ്റപ്പൊന്നും ആയില്ലെങ്കിലും എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാനൊരു വറുത്തരച്ചൊരു കോഴിക്കറിയും കൂടെ വെച്ചു. പിടിയും തീണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സുബിന് ഇന്ന് വരാൻ ലേറ്റ് ആകും. സാധാരണ ഒരു 11 മണിയാകുമ്പോൾ വരുന്ന ആൾ ഇന്ന് ഏകദേശം രാത്രി 12 ആകും വരെ. അതുകൊണ്ട് വെയിറ്റ് ചെയ്തിരുന്ന സമയമൊന്നും കളഞ്ഞില്ല. നമ്മളിതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ചൂടോടുകൂടെ തേണ്ട ഞാനിത് കഴിക്കാൻ തുടങ്ങി കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ ചേച്ചിയും കഴിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നെക്സ്റ്റ് വീഡിയോ കാണാം.